നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കൗമാര ക്രിക്കറ്റിന്റെ ലോകവേദിയിൽ ഒരു 14കാരന്റെ അസാമാന്യ പ്രകടനത്തിൽ പിറന്നത് പുതുചരിത്രം. അണ്ടർ 19 ലോകകപ്പ് ഫൈനലിൽ വൈഭവ് സൂര്യവംശി എന്ന പേര് മാത്രം മുഴങ്ങി. 175 റൺസുമായി ഫൈനലിൽ വൈഭവ് കത്തിക്കയറിയപ്പോൾ ഇന്ത്യക്ക് 6ാം ലോകകപ്പ് കിരീടം. അപരാജിത കുതിപ്പ് നടത്തിയാണ് ആയുഷ് മാത്രയും സംഘവും കിരീടത്തിൽ മുത്തമിട്ടത്. ചിരവൈരികളായ പാകിസ്ഥാനും ബംഗ്ലാദേശിനും കണക്കിനു മറുപടി കൊടുത്ത് മുന്നേറിയാണ് ഇന്ത്യൻ കൗമാരപ്പട കലാശപ്പോരിലേക്കെത്തിയത്. കലാശപ്പോരിലെ ചിത്രം വൈഭവിന്റെ പേരിൽ മാത്രം ചുരുങ്ങി. ഇന്ത്യൻ കൗമാരപ്പടയുടെ സ്വപ്നക്കുതിപ്പിന് കിരീടത്തോടെ പര്യവസാനം. തകർപ്പൻ ജയത്തോടെയാണ് ഇന്ത്യ അണ്ടർ 19 ലോകകപ്പ് ടൂർണമെന്റ് തുടങ്ങിയത്. യുഎസിനെതിരെ ആധികാരിക വിജയമാണ് ആയുഷ് മാത്രയും സംഘവും സ്വന്തമാക്കിയത്. 6 വിക്കറ്റിന് ഇന്ത്യയുടെ കൗമാരപ്പട ജയിച്ചു കയറി. ബംഗ്ലാദേശിനെതിരായ 2ാം മത്സരത്തിൽ ത്രില്ലർ പോരിനൊടുക്കമാണ് ആയുഷ് മാത്രയും സംഘവും വിജയത്തിലെത്തിയത്. മഴ രസംകൊല്ലിയായെത്തിയ മത്സരത്തിൽ 18 റൺസിനായിരുന്നു ഇന്ത്യയുടെ ജയം. ടോസിനു മുൻപേ തന്നെ വിവാദം പൊട്ടിപ്പുറപ്പെട്ടു. ബംഗ്ലാദേശിനായി വൈസ് ക്യാപ്റ്റനാണ് ടോസിടാനെത്തിയത്. മാത്രമല്ല, ക്യാപ്റ്റന്മാർ തമ്മിലുള്ള ഹസ്തദാനവും ഉണ്ടായിരുന്നില്ല. ഇതിനിടെ സൗഹൃദ സംഭാഷണവും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് വിശദീകരണവുമായി ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് രംഗത്തെത്തിയിരുന്നു. ടോസ് സമയത്ത് ഹസ്തദാനം ചെയ്യാതിരുന്നത് ശ്രദ്ധക്കുറവ് കൊണ്ട് സംഭവിച്ചതാണെന്നും അതിൽ അനാദരവില്ലെന്നും പ്രസ്താവനയിൽ അറിയിച്ചു. ഇന്ത്യൻ ബൗളിംഗ് നിരയുടെ കരുത്ത് ചോർന്നിട്ടില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു 3ാം മത്സരം. ന്യൂസിലൻഡിനെതിരായ മത്സരത്തിലും എതിരാളികളുടെ 10 വിക്കറ്റുകളും ഇന്ത്യൻ ബൗളർമാർ വീഴ്ത്തി. തകർത്തടിച്ച ഇന്ത്യൻ സംഘം വെറും 13.3 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു. ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരം 7 വിക്കറ്റിനായിരുന്നു ഇന്ത്യയുടെ ജയം. 3 മത്സരങ്ങളിലും ജയിച്ച് ഗ്രൂപ്പ് ജേതാക്കളായി ഇന്ത്യ സൂപ്പർ 6-ലെത്തി. സൂപ്പർ 6-ലും ആധിപത്യം പുലർത്തുന്ന ഇന്ത്യൻ കൗമാരപ്പടയെയാണ് മൈതാനത്ത് കണ്ടത്. റൗണ്ടിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെയെ ഇന്ത്യ തകർത്തെറിഞ്ഞു. ഈ മത്സരത്തിൽ ക്യാപ്റ്റൻ ആയുഷ് മാത്രയും ഉദ്ധവ് മോഹനും 3 വീതം വിക്കറ്റുകളുമായി തിളങ്ങിയപ്പോൾ സിംബാബ്വെ 148 റൺസിന് കൂടാരം കയറ്റി. സൂപ്പർ 6-ലെ 2ാം മത്സരം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായിരുന്നു. എതിരാളികളായ പാകിസ്ഥാനും സെമി സാധ്യത അവശേഷിക്കുന്നതിനാൽ പോരാട്ടം തീപാറുമെന്നുറപ്പായിരുന്നു. പാകിസ്ഥാനോട് വലിയ മാർജിനിൽ ഇന്ത്യ തോറ്റാൽ സെമി കാണാതെ പുറത്താകുമെന്ന സ്ഥിതി. എന്നാൽ മൈതാനത്ത് ആയുഷ് മാത്രയും സംഘവും ഉണർന്നു കളിച്ചു. ചിരവൈരികളായ പാകിസ്ഥാനെ 58 റൺസിന് കീഴടക്കി ഇന്ത്യ ആധികാരികമായി സെമിയിലേക്ക് മുന്നേറി. തോൽവിയോടെ പാകിസ്ഥാൻ പുറത്തായി. സെമിയിൽ അഫ്ഗാനിസ്ഥാനായിരുന്നു എതിരാളികൾ. ഇന്ത്യക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തിയാണ് അഫ്ഗാനിസ്ഥാൻ ബാറ്റ് ചെയ്തത്. നിശ്ചിത 50 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ അഫ്ഗാനിസ്ഥാൻ 310 റൺസ് അടിച്ചുകൂട്ടി. ബാറ്റ് എടുത്തവരെല്ലാം തകർത്തടിച്ചതോടെ 311 റൺസ് എന്ന കൂറ്റൻ ലക്ഷ്യം ടീം അനായാസം മറികടന്നു. 41.1 ഓവറിൽ വെറും 3 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ഇന്ത്യ വിജയത്തിലെത്തി. മലയാളി താരം ആരോൺ ജോർജിന്റെ സെഞ്ചുറിയാണ് ഇന്ത്യൻ ജയം അനായാസമാക്കിയത്. അതോടെ ഫൈനൽ ടിക്കറ്റും എടുത്തു. കലാശപ്പോരിൽ ഇംഗ്ലണ്ടായിരുന്നു എതിരാളികൾ. 6ാം ലോകകപ്പ് കിരീടം ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ കൗമാരപ്പട കലാശപ്പോരിനിറങ്ങിയത്. ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ പതിയെയാണ് തുടങ്ങിയത്. പിന്നീട് ഇന്ത്യൻ ബാറ്റിംഗ് ഒരു 14കാരനിലൂടെ കുതിച്ചുയർന്നു. വൈഭവ് സൂര്യവംശി എന്ന ബീഹാറുകാരനിലൂടെ. 32 പന്തിൽ അർദ്ധസെഞ്ചുറി തികച്ച വൈഭവ് 55 പന്തിൽ സെഞ്ചുറിയും തികച്ചു. സെഞ്ചുറിക്ക് പിന്നാലെ വൈഭവ് കത്തിക്കയറി. ഇംഗ്ലണ്ട് ബൗളർമാർക്ക് നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ. എന്നാൽ 175 റൺസിൽ നിൽക്കെ വൈഭവ് പുറത്തായി. അണ്ടർ 19 ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിൽ ഒന്ന് കാഴ്ചവെച്ചാണ് വൈഭവ് സൂര്യവംശി എന്ന 14കാരൻ മടങ്ങിയത്. വൈഭവിന്റെ പ്രകടനത്തിന്റെ ബലത്തിൽ ഇന്ത്യ ആകട്ടെ 411 റൺസും അടിച്ചെടുത്തു. ഇംഗ്ലണ്ട് ആകട്ടെ 40.2 ഓവറിൽ 311 റൺസ് എടുക്കുന്നതിനിടെ എല്ലാവരും പുറത്തായി. ഇതോടെ 100 റൺസിന്റെ ആധികാരിക ജയത്തോടെ ഇന്ത്യക്ക് കിരീടം.
6ാം ലോകകപ്പുമായി കൗമാരപ്പട ചരിത്രമെഴുതി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.